മിക്കവാറും എത്ര റോഡപകടങ്ങളാണെന്നറിയാം 3 മണിക്കൂർ ഈ മോർണിംഗ് ഷോയ്ക്കിടയിൽ നമ്മൾ വായിച്ചു തീർക്കുന്നത്. ഒരുപാട് പേർ മരിക്കുന്നു, ഒരുപാട് പേർ ഗുരുതരമായി പരിക്കേൽക്കുന്നു, ചിലർക്ക് ജീവിതം തന്നെ നഷ്ടമാകുന്നു. ഗുരുതരമായി പരിക്കേറ്റ് കിടക്കപ്പായിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയാത്ത രീതിയിൽ മരണത്തിന് തുല്യമായി ജീവിച്ചു തീർക്കുന്ന ആളുകൾ, ഒരു ജീവച്ഛവം പോലെ കഴിയുന്ന ആളുകൾ എത്രയോ പേർ നമുക്കിടയിലുണ്ട്. എന്നാലും നമ്മൾ പഠിക്കുന്നില്ല. കാര്യം ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. ഒരുപാട് കാരണങ്ങൾ ഇതിനുണ്ടാകാം. നമുക്കറിയാം, ആദ്യം ഞാൻ യുവാക്കളെ കുറിച്ച് പറയാം. അവർക്ക് ഏറ്റവും വലിയ ഹരം എന്താ? സൂപ്പർ ബൈക്കുകളാണ്. അത്തരം ബൈക്കുകൾ രൂപമാറ്റം വരുത്തി അമിത വേഗത്തിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നു. അവരുടെ വീഡിയോകൾ ഇവരൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങൾ ഒരുപാട് പ്രചരിപ്പിക്കുന്നു. ഇത് പുതിയ തലമുറയ്ക്ക് വലിയ ആവേശമായി മാറുന്നതാണ് സോഷ്യൽ മീഡിയ നമ്മൾ പലപ്പോഴും കാണുന്നത്. ഒരുപാട് ആളുകൾ ഇത്തരം നിയമലംഘനങ്ങൾ നടത്താൻ പ്രചോദിതരാകുന്നു എന്നാണ് പല ബ്യൂറോകളും റിപ്പോർട്ട് ചെയ്യുന്നത്. അപകടങ്ങളും മരണനിരക്കും വർദ്ധിക്കാൻ ഒരു കാരണം വേണ്ട, ഇത് തന്നെ മതിയല്ലോ. എന്താണ് ഇതിലൂടെ നമ്മൾ നേടുന്നതെന്ന് ചോദിച്ചാൽ മരണം മാത്രമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. വാഹനങ്ങൾ മോഡിഫൈ ചെയ്യുന്നതും നിരത്തിൽ ഇത്തരം അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നതും നിയമവിരുദ്ധമാണ് എന്ന് എല്ലാവർക്കും അറിയാം. സ്വന്തം ജീവൻ അപകടത്തിൽപ്പെടുന്നതിന് പുറമെ നാട്ടുകാരുടെ ജീവൻ കൂടി ഇവർ അപകടത്തിലാക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം അഭ്യാസങ്ങൾ നടത്തുന്നത് അവരുടെ ജീവിതത്തെക്കുറിച്ചും ആലോചിക്കുന്നില്ല, അയൽവാസിയുടെ ജീവിതത്തെക്കുറിച്ചും ആലോചിക്കുന്നില്ല. കുടുംബത്തിൻ്റെ വലിയ പ്രതീക്ഷയാണ് ഓരോ യുവാവും, നമുക്കറിയാം. അഭ്യാസത്തിലൂടെ അവസാനിക്കേണ്ടതല്ല ആ വിലപ്പെട്ട ജീവൻ. ഒരു നിമിഷത്തെ ജാഗ്രതക്കുറവ് മതി ചിലപ്പോൾ നമ്മുടെ ജീവൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നു വരും. എന്തായാലും നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ഈ അഭ്യാസ പ്രകടനവുമായി ബൈക്കിലിറങ്ങുന്ന ആൾക്കാരെ പരമാവധി തടയാൻ പോലീസിന് കഴിയട്ടെ, ജനങ്ങളും അണിചേരുക.